നേരത്തെ പറഞ്ഞു, ഇപ്പോൾ എനിക്ക് എൻ്റെ സൃഷ്ടാവിനെ മനസ്സിലാക്കാൻ ചില ഘട്ടങ്ങളുടെയോ അല്ലെങ്കിൽ സൃഷ്ടിയുടെ തന്നെയോ ആവശ്യമില്ല എന്ന് പറഞ്ഞു. പിന്നെയും മതങ്ങൾ എങ്ങനെയാണ് പ്രസക്തമാകുന്നത്? അല്ലെങ്കിൽ ചോദ്യാടിസ്ഥാനരഹിതമാണെന്ന് തോന്നുന്നെങ്കിൽ വേറെ രീതിയിൽ പറയാം. ഇപ്പോൾ ഒരു ഭൂവിഭാഗം, പ്രത്യേക ഭൂവിഭാഗം ഉണ്ടെന്നിരിക്കട്ടെ, അവിടെ ഇപ്പോൾ ഇസ്ലാം എന്നുള്ള ഒരു കൺസെപ്റ്റേ ഇല്ല എന്ന് വെക്കുക. എന്ന് വെച്ച് അവിടെ ജീവിച്ചു മരിച്ചവരെല്ലാം നരകത്തിലാണ് പോകുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സൃഷ്ടാവിനെ മനസ്സിലാക്കാൻ അവന് ഘട്ടങ്ങളുടെ ആവശ്യമില്ലെങ്കിൽ പിന്നെ എന്തിന് മതങ്ങൾ എന്നാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ. ഒന്ന്, സ്രഷ്ടാവ് എന്നത് അവന്റെ അസ്തിത്വം നമുക്ക് ബോധ്യപ്പെടാൻ മതമോ വേദഗ്രന്ഥങ്ങളോ ഒന്നും ആവശ്യമില്ല. നമ്മുടെ ചുറ്റുപാടിലേക്ക് കണ്ണോടിച്ചാൽ തന്നെ നമുക്ക് അവന്റെ അസ്തിത്വം നമുക്ക് ബോധ്യപ്പെടും. എന്നാൽ ഈ സ്രഷ്ടാവായ തമ്പുരാനെ മാത്രം ആരാധിക്കണമെന്ന് നമ്മൾ പറയുമ്പോൾ എങ്ങനെ അവനെ ആരാധിക്കണം? അവന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കണം എന്ന് പറയുമ്പോൾ ആ നിയമനിർദ്ദേശങ്ങൾ എന്ത്? ഇത് പഠിപ്പിക്കപ്പെടേണ്ടതുണ്ട്. ആര് പഠിപ്പിക്കണം? പടച്ചോൻ തന്നെ പഠിപ്പിക്കണം, വേറെ നിർവാഹമൊന്നുമില്ല. പടച്ചോന്റെ നിയമം എന്ത് എന്ന് ആര് പഠിപ്പിക്കണം? പടച്ചോൻ തന്നെ പഠിപ്പിക്കണം. ആ പടച്ച തമ്പുരാൻ പഠിപ്പിക്കാൻ വേണ്ടിയാണ് പ്രവാചകന്മാരെ പറഞ്ഞയച്ചത് എന്നാണ് ഇസ്ലാം പറയുന്നത്. ആ പ്രവാചകന്മാരാകട്ടെ ലോകത്തെല്ലായിടത്തേക്കും വന്നിട്ടുണ്ട്. ഖുർആൻ വളരെ കൃത്യമായി പറയുന്നു, വൈൻ മിൻ ഉമ്മത്തിന് ഇല്ലാ ഖലാഫിഹാ നദീർ. ഖുർആനിലെ 35-ാമത്തെ അധ്യായം സൂറത്തുൽ ഫാത്തിറിലെ 24-ാമത്തെ വചനം. ഒരൊറ്റ സമുദായവും കഴിഞ്ഞു പോയിട്ടില്ല ഒരു ദൈവദൂതന്റെ, ഒരു മുന്നറിയിപ്പുകാരന്റെ നിയോഗം ഉണ്ടായിട്ടല്ലാതെ. അപ്പൊ എല്ലാ സമുദായങ്ങളിലേക്കും ദൈവദൂതന്മാർ വന്നിട്ടുണ്ട്. എന്തിന്? അവരെ ആരാധിക്കണം എന്ന് പറയാനാണോ? അല്ല. അവരെല്ലാവരും പറഞ്ഞത് സൃഷ്ടാവായ തമ്പുരാനെ നിങ്ങൾ അറിയണം, അവന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അത്ഭുതകരമായൊരു കാര്യമുണ്ട്. ഞാൻ പൊതുവെ മതതാരതമ്യ പഠനങ്ങൾ നടത്താൻ വേണ്ടി ശ്രമിക്കുന്നവരാണ്. പലരെയും ആരാധിക്കുന്നുണ്ട് വ്യത്യസ്ത മതവിശ്വാസികൾ, സംശയമൊന്നുമില്ല. പക്ഷേ ഇവരെല്ലാം അംഗീകരിക്കുന്ന വേദഗ്രന്ഥങ്ങളിലൂടെ പരിശോധിക്കുമ്പോൾ അവിടെയെല്ലാം നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. അവിടെ ഈ പറയുന്ന മതം, അവിടെ ഈ പറയുന്ന രൂപത്തിലുള്ള ഒരു മതമോ ആരാധനാ സമ്പ്രദായമോ അവരാരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു. ഉദാഹരണത്തിന് ഹൈന്ദവ ദർശനത്തെ സംബന്ധിച്ചിടത്തോളം പറയപ്പെടാറുള്ളത് വേദസംഹിതകളാണ് അടിസ്ഥാനപരമായ ഗ്രന്ഥങ്ങൾ. പിന്നീടോ ഉപനിഷത്തുകൾ. ഈ ഉപനിഷത്തുകളിലെ ഒരുപാടെണ്ണത്തിൽ ആവർത്തിച്ചു വന്ന ഒരു വചനം എൻ്റെ ശ്രദ്ധയെ വല്ലാതെ ഉടക്കിയിട്ടുള്ള വചനം. മുണ്ടക ഉപനിഷത്തിലുണ്ട്, കഠോപനിഷത്തിനുണ്ട്, ശോധശതരോപനിഷത്തിനുണ്ട്. ചില വ്യത്യസ്ത ഋഷിമാർ എഴുതിയതാണ്. പക്ഷെ എന്നിട്ട് പോലും അവയിലെല്ലാം ആവർത്തിച്ചു വന്നിട്ടുണ്ട്. ന തത്ര സൂര്യോ ഭാതി ന ചന്ദ്രതാരകം നേമ വിദ്യുതോ ഭാന്തി കുതോയമഗ്നി തമേവ ബാന്ധം അനുഭാതി സർവം സസ്യ ഭാസ സർവമിതം വിഭാതി. പറയുന്നത് വേറെ ഒന്നുമില്ല, വളരെ സരളമാണ്. സൂര്യചന്ദ്ര നക്ഷത്രാദികളെല്ലാം ആരുടെ നിയമം അനുസരിച്ചാണോ മുന്നോട്ട് പോകുന്നത് അവനെ നീ തിരിച്ചറിയണം, അവന്റെ നിയമം അനുസരിച്ച് നീ ജീവിക്കണം. വളരെ സിമ്പിളാണ്. സൂര്യചന്ദ്ര നക്ഷത്രാദികളെല്ലാം ആരുടെ നിയമം അനുസരിച്ചാണ് നിലനിൽക്കുന്നത്? നമുക്കറിയാം, സൃഷ്ടാവിന്റെ. അവന്റെ നിയമം അനുസരിക്കണം. അവന്റെ നിയമം അനുസരിക്കുന്നതിന്റെ പേരാണ് ഇസ്ലാം എന്ന് ഇസ്ലാം പറയുന്നു. ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമർപ്പണം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ ഗ്രന്ഥങ്ങൾ, ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ടല്ലോ ഭാരതത്തിന്. ഭാരതത്തെ പോലെ വളരെ ഗ്രന്ഥങ്ങളാൽ സമ്പന്നമായ മറ്റൊരു സ്ഥലമില്ല എന്നുള്ളതാണ് സത്യം. വേദങ്ങൾ, ഉപനിഷത്തുക്കൾ, ബ്രാഹ്മണങ്ങൾ, ആരണ്യകങ്ങൾ, പിന്നെ വേദാംഗങ്ങൾ, പിന്നെ പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ, സ്മൃതി ഗ്രന്ഥങ്ങൾ, എത്ര ഗ്രന്ഥങ്ങൾ. ഇവിടെ എവിടെയും ഏതെങ്കിലും ഋഷി ഇവിടെ ഹിന്ദു മതം എന്നോ അല്ലെങ്കിൽ ബ്രാഹ്മണ മതമെന്നോ അതല്ലെങ്കിൽ ശൈവ മതമെന്നോ അതല്ലെങ്കിൽ വൈഷ്ണവ മതമെന്നോ എന്നൊരു മതം സ്ഥാപിച്ചത് നമ്മൾ കാണില്ല. പക്ഷെ അവിടെയെല്ലാം ഉള്ളത് എന്താ? എന്റെ സൃഷ്ടാവിനെ നീ തിരിച്ചറിയണം. അവന് ഹിരണ്യഗർഭൻ എന്ന് ചില ഋഷിമാർ വിളിച്ചിട്ടുണ്ട്. ഹിരണ്യഗർഭ സമവർത്തതാഗ്രേ
ഭൂതസ്ഥജാദ്യഃ പദരേക ആസീത് സദാധാര പൃഥിവീം ദ്യാമുതേമാങ് കസ്മൈ ദേവായ കവിഷാവിധേമ. ഇത് ഋഗ്വേദ സൂക്തമാണ്. ഞാൻ പറയുന്നത് ഹിരണ്യഗർഭൻ എന്ന് വിളിച്ചിട്ടുണ്ട്, പ്രജാപതി എന്ന് വിളിച്ചിട്ടുണ്ട്, അതിനെ പരബ്രഹ്മം എന്ന് വിളിച്ചിട്ടുണ്ട്, പരമാത്മാവ് എന്ന് വിളിച്ചിട്ടുണ്ട്. എന്ത് വിളിച്ചാലും ഈ സട്ടാവായ തമ്പുരാൻ അവന്റെ നിയമം അനുസരിച്ച് ജീവിക്കണം. ഇതാ പറഞ്ഞത്. ഇപ്പൊ യേശു ക്രിസ്തു ലോകത്ത് ഏറ്റവും കൂടുതൽ വിശ്വാസികളുള്ള മതമാണല്ലോ ക്രിസ്തുമതം. ക്രിസ്തുമതത്തിന്റെ അംഗീകരിക്കപ്പെട്ട വേദഗ്രന്ഥമാണ് ബൈബിൾ. ബൈബിളിൽ ക്രിസ്തു യേശു അദ്ദേഹത്തെ ആരാധിക്കണമെന്ന് പറഞ്ഞതായി, ഞാൻ ദൈവാണെന്ന് പറഞ്ഞതായി, അദ്ദേഹം ഒരു മതം സ്ഥാപിച്ചതായി ഉണ്ടോ? ഇല്ല. അദ്ദേഹം പറഞ്ഞ എന്താ? നിങ്ങൾ എന്നെ അയച്ചവനെ തിരിച്ചറിയണം, സൃഷ്ടാവായ തമ്പുരാനെ തിരിച്ചറിയണം, അവനെ നിങ്ങൾ ആരാധിക്കണം. നിരവധി വചനങ്ങൾ, അനവധി വചനങ്ങൾ, ഇഷ്ടംപോലെ വചനങ്ങൾ ഉദ്ധരിക്കേണ്ട കാര്യമില്ല. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിലെ 3-ാമത്തെ വചനത്തിൽ വളരെ കൃത്യമായി യേശു പറയാണ്, ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചവനെയും അറിയുന്നവനാകുന്നു നിത്യജീവൻ. അപ്പോ ഏക സത്യദൈവം നീ, ആ സൃഷ്ടാവായ തമ്പുരാൻ. ഞാൻ പറയുന്നത് യേശു അദ്ദേഹത്തെ സൃഷ്ടാവെന്നോ ദൈവമെന്നോ വിളിക്കാതെ സൃഷ്ടികർത്താവായ തമ്പുരാനെ ചൂണ്ടി പറഞ്ഞു. അവനെ മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിലെ 10-ാമത്തെ വചനത്തിൽ കാണാം, ദൈവത്തെ മാത്രം ആരാധിക്കണം യേശു പഠിപ്പിക്കുക. യേശു ക്രിസ്തുമതം എന്നൊരു മതം ഉണ്ടാക്കിയിട്ടുണ്ടോ? ബൈബിൾ മുഴുവൻ നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കാം. ഇല്ല. ക്രിസ്തുവിന് ഒരുപാട് ശേഷം. എന്നാൽ ക്രിസ്തുവിനോട് ചോദിച്ചപ്പോൾ ക്രിസ്തു പറഞ്ഞ എന്താ? ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന, നമ്മുടെ ദൈവമായ കർത്താവ്, ഏക കർത്താവ്, ആ ഏക കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ സ്നേഹിക്കണം. എന്താ അതിന്റെ അർത്ഥം? സട്ടാവായ തമ്പുരാന് പൂർണ്ണമായി നീ കീഴ്പ്പെടണം. ആ പൂർണ്ണമായി കീഴ്പ്പെടുന്നതിന്റെ പേരാണ് ഇസ്ലാം. ഞാൻ പറഞ്ഞു വരുന്നത്, ലോകത്തെല്ലായിടത്തേക്കും കടന്നു വന്ന പ്രവാചകന്മാർ, ദൈവദൂതന്മാർ മുഴുവനും ഇസ്ലാമാണ് പഠിപ്പിച്ചത് എന്ന് ഖുർആൻ പറയുമ്പോൾ അതിന്റെ അർത്ഥം മുഹമ്മദ് നബി പഠിപ്പിച്ച ഒരു ആശയം അവരെല്ലാം പഠിപ്പിച്ചു എന്നതിനപ്പുറത്ത് മുഹമ്മദ് നബി അടക്കമുള്ള എല്ലാ പ്രവാചകന്മാരും അടിസ്ഥാനപരമായി പഠിപ്പിച്ചത് നിന്റെ നാഥനെ നീ തിരിച്ചറിയണം, നിന്റെ സൃഷ്ടാവിനെ നീ തിരിച്ചറിയണം, അവനെ നീ ആരാധിക്കണം, അവന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് നീ ജീവിക്കണം എന്നാണ്. അപ്പൊ എല്ലാവരും പഠിപ്പിച്ചത്, പക്ഷേ കാലാന്തരങ്ങളിൽ പലപ്പോഴും കൈമോശം വന്നു പോയി, പലപ്പോഴും വികലതകളുണ്ടായി. പുരോഹിതന്മാരാണല്ലോ, നമുക്കറിയാലോ, സ്വന്തം താല്പര്യത്തിനു വേണ്ടി പലതും ചെയ്തു കൂട്ടുന്നവർ. നല്ലവരുണ്ടാകാം, പക്ഷേ സ്വാർത്ഥികളായി തീരുമ്പോൾ സ്വാഭാവികമായും ദൈവത്തിന്റെയും മനുഷ്യരുടെയും ഇടയിലുള്ള ദല്ലാളന്മാരെ കടന്നു വന്ന പലരും അവരുടെ ഇഷ്ടപ്രകാരം പലതും ചെയ്തു. അങ്ങനെയാണ് പല അബദ്ധങ്ങളുണ്ടായത് പല തലമുറകളിലും. എന്നാൽ ഇവിടെ അന്തിമ പ്രവാചകനായി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറയുമ്പോൾ, അദ്ദേഹത്തിലൂടെ അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥമായി പരിശുദ്ധ ഖുർആനെ പരിചയപ്പെടുത്തുമ്പോൾ ഖുർആൻ കൃത്യമായി പറയുന്ന ഒരു കാര്യം, നിങ്ങൾ പരിശോധിക്കണം എന്നാണ്. ഖുർആൻ അന്ധമായി നിങ്ങളെ സ്വീകരിക്കണം എന്നല്ല പറയുന്നത്. നിങ്ങളുടെ എല്ലാ ചിന്തയും, എല്ലാ ബുദ്ധിയും, എല്ലാ അളവുകോലുകളും വെച്ച് ഖുർആനെ പഠിക്കുക. ആ ഖുർആൻ ഉറപ്പാണ്. നിങ്ങളുടെ കൈകളിലുള്ള മാനദണ്ഡങ്ങൾ മുഴുവനും എടുത്ത് പരിശോധിച്ചാൽ ഖുർആൻ ദൈവികമാണ് എന്നുള്ള സത്യം നിങ്ങൾക്ക് ബോധ്യപ്പെടുക തന്നെ ചെയ്യും. പക്ഷെ പരിശോധിക്കേണ്ട നമ്മൾ പരിശോധിക്കുക, എന്നിട്ട് ബോധ്യപ്പെടുമ്പോൾ സൃഷ്ടാവായ തമ്പുരാൻ അവതരിപ്പിച്ചത് തന്നെയാണ് എന്ന് ബോധ്യപ്പെടുമ്പോൾ അതനുസരിച്ച് ജീവിക്കുക എന്നാണ് ഇസ്ലാം പറയുന്നത്. അപ്പോൾ അടുത്ത ചോദ്യം വരുന്നു, സ്വാഭാവികമായിട്ടും ഇസ്ലാം ഒന്നും കടന്നു ചെന്നിട്ടില്ലാത്ത പ്രദേശം, അവിടെയുള്ള ആളുകളുടെ അവസ്ഥ. ഇത് പ്രസക്തമാണ് ചോദ്യം. പക്ഷെ ഇസ്ലാം പറയുക അങ്ങനെ ഒരു പ്രദേശമില്ല എന്നാണ്. അങ്ങനെ ഒരു പ്രദേശമില്ല എന്നാണ്. മുൻപുള്ള പ്രവാചകന്മാരുടെ നിയോഗമെങ്കിലും ഉണ്ടാകാത്ത പ്രദേശമില്ല. എന്നാൽ അന്തിമ പ്രവാചകന്റെ സന്ദേശം എത്താത്ത സ്ഥലം, തീർച്ചയായും അവരെ കുറിച്ച് കൃത്യമായി അറിയുക പടച്ചവനാണ്. ദൈവം തമ്പുരാനെ കുറിച്ച് ഖുർആൻ പരിചയപ്പെടുത്തുന്നത് അവൻ നീതിമാനാണ് എന്നാണ്. ഒരാളോടും ഒരർത്ഥത്തിലും ഒരു തരിമ്പ് പോലും അനീതി ചെയ്യാത്തവൻ എന്നാണ്. ഒരു തരിമ്പ് പോലും ഖുർആൻ വളരെ കൃത്യമായി പറയുന്നു. വമൻ യഅമൽ മിനസ് സ്വാലിഹാത്തി മിൻ ദക്കറിൻ വഉൻസ വഹുവ മുഅ്മിനുൻ വഉലൈക യദ്ഖുലൂനൽ ജന്നത വലാ യുളമൂന നഖീറ. ഖുർആനിലെ 4-ാമത്തെ അധ്യായം
സൂറത്തുൻ നിസാഇലെ 124-ാമത്തെ വചനം. ഒരു തരിമ്പ് പോലും ഒരാളോടും അനീതി ചെയ്യാത്തവൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരാൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് ഒരു അറിവും ലഭിച്ചിട്ടില്ല എങ്കിൽ അയാളെക്കുറിച്ച് കൃത്യമായി അറിയുക പടച്ചവനാണ്. നമ്മളെക്കാളും അറിയാലോ. അതുകൊണ്ട് തന്നെ ഒരാളോടും ഒരു അനീതി ഉണ്ടാകുമെന്ന് നമ്മൾ ഭയപ്പെടേണ്ടതില്ല. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പഠിച്ച, നമ്മൾ മനസ്സിലാക്കിയ യാഥാർത്ഥ്യം അത് യാഥാർത്ഥ്യമാണെന്ന് ബോധ്യമുള്ളിടത്തോളം കാലം മറ്റുള്ളവരുമായി സംവേദനം ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വമാണ് ഇത്തരം പരിപാടികളിലൂടെ നിർവഹിക്കപ്പെടുന്നത് എന്ന് സൂചിപ്പിക്കുന്നു.